നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്ട്രോക്കിനെ കുറിച്ച് ഇപ്പോൾ പരക്കെ ആശങ്കയാണ്. സ്ട്രോക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ന്യൂറോ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് വിജയലക്ഷ്മിയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, നമുക്കറിയാം സ്ട്രോക്ക് മുൻപൊക്കെ 60 കഴിഞ്ഞവരിലായിരുന്നു കൂടുതൽ കണ്ടുവരാറുണ്ടായിരുന്നത്. ഇപ്പോഴത് 40കാരിലും ചെറുപ്പക്കാരിലും ഒക്കെ കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പ്രധാനമായും സംഭവിക്കുന്നത്? ആദ്യം തന്നെ എന്താണ് സ്ട്രോക്ക് എന്നത് കൂടി ഒന്ന് വിശദീകരിക്കാം. മരണകാരണമായ ഒരു രോഗമാണ് സ്ട്രോക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം തലച്ചോറിലേക്കുള്ള രക്തഓട്ടത്തിലുള്ള കുറവ് കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക്. ഇത് പ്രധാനമായും 2 തരമുണ്ട്. ഒന്ന്, ക്ലോട്ട് ഉണ്ടാവുന്ന രക്തം കട്ട പിടിക്കുന്നത്, അതിന് നമ്മൾ ഇഷ്യൂമിക് സ്ട്രോക്ക് എന്ന് പറയും. രണ്ടാമത്തേത് രക്തധമനി പൊട്ടിയുള്ളത്, അതിന് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. ഇഷ്യൂമിക് സ്ട്രോക്ക് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ഒരു 70-80% വരെ നമ്മൾ കാണുന്നത് ഇഷ്യൂമിക് സ്ട്രോക്സ് ആയിരിക്കും. ഇതിന് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ റിസ്ക് ഫാക്ടേഴ്സ് കാരണമാണ് പ്രധാനമായും സ്ട്രോക്ക് വരുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മോഡിഫയബിൾ ഉണ്ട്, നോൺ മോഡിഫയബിൾ ഉണ്ട്. നോൺ മോഡിഫയബിൾ എന്ന് വെച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റാത്തത്, അതായത് നമ്മുടെ ജെനറ്റിക്സ്, ഫെമിലിയൽ, ഏജ്, സെക്സ്, ഇതൊന്നും മാറ്റാൻ പറ്റില്ല. ഇനി മോഡിഫയബിൾ, അതായത് സ്മോക്കിംഗ്, അമിതമായ മദ്യപാനം, ഹൈപ്പർ ടെൻഷൻ, ഷുഗർ, അതായത് ഡയബറ്റീസ്, ഡിസ്ലൈപ്പിഡീമിയ, കൊളസ്ട്രോൾ ഉള്ളത്, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഉദാസീനമായ ജീവിതശൈലി, ഇതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇതുകൊണ്ടാണ് മെയിൻലി സ്ട്രോക്ക് വരുന്നത്. ഇപ്പോഴത്തെ വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണവും ആയുർദൈർഘ്യം കൂടുന്നുണ്ട്. ഉയർന്ന ആയുർദൈർഘ്യവും കാരണം പണ്ട് 60 ഉണ്ടായിരുന്ന അസുഖങ്ങൾ നമുക്കിപ്പം 40 കിട്ടുന്നുണ്ട്. അപ്പം മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് സ്ട്രോക്ക് ഈ 40 സെയിം തന്നെയാണ്. അതുകൂടാതെ ജനറ്റിക് ആയിട്ടുള്ള സ്ട്രോക്ക് സിൻഡ്രോം ഒക്കെ ഇപ്പൊ കൂടുതലായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് 40 നമ്മൾ കൂടുതലായി സ്ട്രോക്ക് കാണുന്നത്. ഡോക്ടർ, ഈ സ്ട്രോക്കിനെ എങ്ങനെ തടയാം, അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പരിധി വരെയുള്ള സ്ട്രോക്ക് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അതായത് നല്ല രീതിയിലുള്ള ജീവിതശൈലി, അതുപോലെ തന്നെ രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ആക്കി വെക്കുക, ഡയബറ്റീസ് കൺട്രോൾ ആക്കി വെക്കുക, ഡിസ്ലൈപ്പിഡീമിയ, കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ അത് കൺട്രോൾ ആക്കി വെക്കുക, ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുക, സെഡൻഡറി ആയിട്ടുള്ള ഉദാസീനമായ ലൈഫ് സ്റ്റൈൽ ഉപേക്ഷിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ സ്ട്രോക്ക് നമുക്ക് കുറയ്ക്കാനാവും. റിസ്ക് ഫാക്ടർ റിഡക്ഷൻ ആണ് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഹൃദയമിടിപ്പിലുള്ള വ്യതിയാനം, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും, ഇതുകൊണ്ട് സ്ട്രോക്ക് വരും. ഹൃദയത്തിന്റെ പമ്പിങ്ങിലെ വ്യത്യാസം, അപ്പൊ കറക്റ്റായിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഇതെല്ലാം കൺട്രോൾ ആക്കി വെക്കുവാണെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു സാധ്യത കുറഞ്ഞു കിട്ടും. അല്പസമയം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രായമായവരിലും കൂടാതെ യുവാക്കളിലും ഇപ്പോൾ സ്ട്രോക്ക് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്? പ്രായമായവരിൽ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതുകൂടാതെ യുവാക്കളിൽ വരാം. കാരണം സ്മോക്കിംഗ് ഇപ്പം വളരെ കോമൺ ആണ്, ആൽക്കഹോൾ ഒരു പരിധിക്ക് അപ്പുറമുള്ളത്, അതുപോലെ തന്നെ ഹാർട്ടിന്റെ പ്രശ്നങ്ങള്, അതുപോലെ ലൈഫ് സ്റ്റൈലിലെ വ്യത്യാസം, അതെല്ലാം കാരണം ആ 60 അസുഖം ഇപ്പൊ 40 വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് രോഗികൾ എപ്പോഴും ആ 60 ഉള്ളവരാണ്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. അതുകൂടാതെ മോണോജെനിക് സ്ട്രോക്ക് സിൻഡ്രോം, കെഡാസിൽ എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനത്തെ സിൻഡ്രോംസ് ഉണ്ട്. ഇപ്പൊ അത് കൂടുതൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുമൂലം ചിലപ്പോൾ ചെറിയ സ്ട്രോക്കുകളായിരിക്കും വരുന്നത്. ഇപ്പൊ നമ്മൾ MRIയും ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് കൂടുതൽ തിരിച്ചറിയുന്നുണ്ട്. സ്ട്രോക്ക് കൂടുതലായി ഉണ്ടാകുന്നുണ്ട്, അത് കൂടുതലായി നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഒരു 50% കൂടുതലാണ്. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. ചെയ്തിരുന്നാൽ പോലും പിന്നെയും ഒരു സ്ട്രോക്ക് വരാൻ റിസ്ക് ഉണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സ്ട്രോക്കിന് സാധ്യതയുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുമോ? അല്ലെങ്കിൽ അതിന് ശരീരം നൽകുന്ന എന്തെങ്കിലും സൂചനകൾ ഉണ്ടാകുമോ? അതെന്തെല്ലാമാണ്? നമ്മള് ബേസിക്കലി ആ ഒരു ഒബിസിറ്റി, വണ്ണം കൂടുതൽ വരിക, അതുപോലെ സെഡൻഡറി ലൈഫ് സ്റ്റൈല് ഒട്ടും നടക്കുന്നില്ല, അങ്ങനത്തെ കാര്യം, അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ അവർക്ക് ഹാർട്ടിന് അസുഖം വരെ, ഇപ്പം യങ് ആയിട്ട് ഹാർട്ടിന് അസുഖം വരുന്ന ആളുകളുണ്ട്, ചെറിയ ആളുകൾ, അവർക്ക് എപ്പോഴും സ്ട്രോക്കിന് ഒരു റിസ്ക് ഉണ്ടാവും. അതുപോലെ ഈ ജെനറ്റിക് സിൻഡ്രോംസ് ഉള്ള ഫാമിലിയിൽ അവർക്കും റിസ്ക് കൂടുതൽ ഉണ്ടാകും. ഇപ്പോ ചെറിയ പ്രായത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതൽ, കൊളസ്ട്രോൾ കൂടുതൽ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം എപ്പോഴും ഒരു സ്ട്രോക്ക് റിസ്ക് ഉണ്ട്. അതല്ലാതെ തന്നെ അമൈലോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രോക്ക് റിസ്ക് കൂടുതൽ, അതുപോലെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ, വാദ സംബന്ധമായ അസുഖമുള്ള ആളുകൾ,
അവരിൽ സ്ട്രോക്ക് റിസ്ക് ഉണ്ട്. അതുപോലെ TBയുടെ മറ്റ് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടൊക്കെ സ്ട്രോക്ക് വരാം. അപ്പൊ നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അതിന്റെ വർക്കപ്പ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ സ്ട്രോക്കിനെ കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. അല്ലാതെ പ്രായമായവരിൽ വരുന്ന ഒരു അസുഖം മാത്രമല്ല സ്ട്രോക്ക്. പല ഇൻഫെക്ഷന്റെ ഇപ്പൊ എൻകഫലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടും സ്ട്രോക്ക് പോലുള്ള സാധനങ്ങൾ വരാം. അപ്പൊ സ്ട്രോക്ക് ഇന്ന ഏജിലേ വരാവൂ, ഇന്ന രീതിയിലേ വരാവൂ എന്നില്ല. എല്ലാ സ്ഥലത്തും നമ്മളൊരു സ്ട്രോക്കിന്റെ ഒരു പോസിബിലിറ്റി കൺസിഡർ ചെയ്യേണ്ടി വരും. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മാവേലിക്കരയിൽ നിന്നും മോഹനാണ്. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടറെ, ഞാൻ 30 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഹലോ. അപ്പൊ എനിക്ക് ഒരാഴ്ചയായിട്ട് രാവിലെ എണീക്കുന്നുണ്ട്, ഞാൻ തലകറങ്ങി താഴോട്ട് ഒരു ദിവസം വീണു. അപ്പം തലകറങ്ങി താഴോട്ട് വീണു. എനിക്ക് എണീച്ചപ്പം വെച്ച് പോയി താഴോട്ട് വീണു രാവിലെ. അപ്പൊ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാണോ എന്താണെന്നുള്ളത് അറിയാനായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചോണ്ടേ ഡോക്ടർ പറഞ്ഞ ഇയർ ബാലൻസിന്റെ കുഴപ്പമായിരിക്കും. പക്ഷെ രാവിലെ എണീക്കുമ്പോഴാണ് ഈ തലകറക്കവും ഇങ്ങനെ വെച്ച് പോവുകയും ചെയ്യുന്നത്. ഓക്കെ, തലകറക്കം രണ്ട് രീതിയിൽ വരാം. ഒന്ന് ഈ പറഞ്ഞ പോലെ ഇയർ ബാലൻസിന്റെ, നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ളത്, അത് ഇയർ ബാലൻസിന്റെ ആണ്. അതിന്റെ കൂടെ ചിലപ്പോൾ ഒരു ഛർദിലും ആ സമയത്ത് ഒരു വേച്ച് പോലും ഒക്കെ വരാം. അത് കുറച്ച് സമയത്തിനുള്ളിൽ മാറുന്നതാണ്. എന്നാൽ ഇങ്ങനെ ഒരു കറക്കം പോലെ വരുന്നു, കുറെ ഏറെ നേരം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോക്കിന്റെ ലക്ഷണമായിട്ടും വരാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വശം തളരുക മാത്രമല്ല സ്ട്രോക്കിന്റെ ലക്ഷണം. വേച്ചു പോകുന്നതും തലകറക്കം വരുന്നതും കാഴ്ച മങ്ങുന്നതും കാഴ്ചയിൽ വ്യത്യാസം ഉണ്ടാവുന്നതും എല്ലാം, പെരുപ്പ് തരിപ്പ്, ഇതെല്ലാം സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളായിട്ട് വരാം. അപ്പൊ നമ്മുടെ ഈ തലകറക്കം മാറാൻ നിൽക്കുവാണെങ്കിൽ ഒരു MRI സ്കാനൊക്കെ എടുത്ത് ഡോക്ടറെ കണ്ട് MRI സ്കാനൊക്കെ എടുത്ത് സ്ട്രോക്ക് ഇല്ലാന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പം ഇയർ ബാലൻസ് ആയിരിക്കും, പക്ഷെ സ്ട്രോക്കിനും ഇതുപോലത്തെ ലക്ഷണങ്ങളായിട്ട് വരാം. വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്ട്രോക്ക് വരുന്നതിനുള്ള മുൻ സൂചനകൾ എന്തെല്ലാമാണെന്നാണ്. ഈ സ്ട്രോക്കുകൾ എത്ര തരമുണ്ട്? സ്ട്രോക്ക് പ്രധാനമായിട്ടും 2 തരമാണുള്ളത്. ഒന്ന്, രക്തം കട്ടയാവുന്ന ക്ലോട്ട് വരുന്നത്, അതിന് ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറയും. അതാണ് കൂടുതൽ കേസ് നമ്മൾ കാണുന്നത്. ഒരു 70 തൊട്ട് 80% വരെയും ഇഷീമിക് സ്ട്രോക്സ് ആണ്. രണ്ടാമത്തേത് രക്തസ്രാവം ഉണ്ടാക്കുന്നത്, രക്തധമനി പൊട്ടിയിട്ടുള്ളത്, ഇതിന് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. ഈ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട്, ഹൈപ്പർ ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹെമറാജിക് സ്ട്രോക്ക് കുറച്ച് കോമൺ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള 2 തരം സ്ട്രോക്ക്. ലക്ഷണങ്ങൾ രണ്ടിന്റെയും ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഹെമറാജിക് സ്ട്രോക്കിൽ ചിലപ്പോൾ തലവേദന കുറച്ച് കൂടുതലായിട്ട് കാണാം, തലവേദന, ഛർദില് അങ്ങനെയൊക്കെ കണ്ടേക്കാം. പക്ഷെ ഓൾമോസ്റ്റ് സിമിലർ ലക്ഷണമായിട്ട് ഈ 2 സ്ട്രോക്കും വരാം. ട്രീറ്റ്മെന്റ് രണ്ടിന്റെയും വ്യത്യസ്തമാണ്. ഡോക്ടർ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്കാണ് ഈ മിനി സ്ട്രോക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ മിനി സ്ട്രോക്ക്? ഈ മിനി സ്ട്രോക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ വന്നവർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാം. വളരെ നല്ല ചോദ്യമാണ്. മിനി സ്ട്രോക്ക് എന്ന സ്ട്രോക്കിന്റെ പോലത്തെ ലക്ഷണങ്ങൾ വരും. കുറച്ചു നേരം നിൽക്കും, ഒരു ദിവസത്തിൽ താഴെ, ഏതാനും മണിക്കൂർ ആക്ച്വലി നിന്നിട്ട് ഇതെല്ലാം ഇപ്പം കുഴഞ്ഞു പോവുക. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ ഒരു വശം തളരുക മാത്രമല്ല, സംസാരത്തിലുള്ള കുഴച്ചില്, വേച്ചു പോകല്, ചെറിയ പെരുപ്പ് തെരുപ്പ്, ഒരു സൈഡിൽ വരുന്ന പെരുപ്പ് തരിപ്പ്, ഇതെല്ലാം സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. തലകറക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വരണു, അത് കുറച്ച് മണിക്കൂറിനുള്ളിൽ മാറുന്നു, അതൊരു മിനി സ്ട്രോക്ക് ആയിരിക്കും. നമ്മൾ MRI സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊന്നും കിട്ടത്തില്ല. പക്ഷെ ഇത് ശരീരം കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ്. ഇത് നമ്മൾ TIA എന്ന് പറയും, ട്രാൻസിയന്റ് ഇഷീമിക് അറ്റാക്ക്. ഇതുള്ളവർക്ക് ഇനി ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചില TIA വലിയ സ്ട്രോക്ക് വരുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു TIA പോലെ വന്നാല് അതൊന്ന് ഉറങ്ങിക്കളയാം, ഉറങ്ങിക്കഴിയുമ്പോൾ മാറും എന്നൊന്നും അല്ല. കറക്റ്റായിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് MRI സ്കാൻ ചെയ്ത് നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ അടവോ മറ്റോ ഉണ്ടോ, വേറെ എന്തെങ്കിലും സ്ട്രോക്കിന് നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് മനസ്സിൽ കണ്ട് ഒരു ചെറിയ സ്ട്രോക്ക് വന്നതായിട്ട് തന്നെയാണ് ഈ TIA കൂട്ടേണ്ടത്. ഇവർക്കും സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ TIA വലിയൊരു സ്ട്രോക്കിന്റെ മുന്നോടിയായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതുണ്ട്, മരുന്ന് കഴിക്കേണ്ടതും ആവശ്യമാണ്. ഡോക്ടർ, ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായും എന്തെല്ലാമാണ്? അതായത് ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വന്നത് സ്ട്രോക്ക് തന്നെയാണ് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ഓക്കെ, സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം. ബി ഫാസ്റ്റ്. ബി മീൻസ് ബാലൻസ്, അതായത് വേച്ചു പോവുക. അങ്ങനെ ഇ മീൻസ് ഐ സൈൻസ്, കാഴ്ചയിലുള്ള വ്യതിയാനം, ഒരു വശം കാഴ്ച ഇല്ലാണ്ടാവുക, കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അതുപോലെ ഫാസ്റ്റ്. എഫ് എന്ന് വെച്ചാൽ ഫേസിൽ മുഖം കോടിപ്പോവുക, ചെറിയ കോടിപ്പോയെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ മുഖം കോടുക. പിന്നെ എ എന്ന് വെച്ചാൽ ആംസ്, കൈക്കോ കാലിനോ ബലക്കുറവ്, ഒരു വശത്ത് ബലക്കുറവ് വരിക.
പിന്നെ ഉള്ളത് സ്പീച്ച്, സംസാരത്തിലുള്ള കുഴച്ചില്, അല്ലെങ്കിൽ സംസാരം മനസ്സിലാവാതിരിക്കുക, അങ്ങോട്ട് സംസാരിക്കാൻ പറ്റാതിരിക്കുക. ഇതെല്ലാം തന്നെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ഇതിൽ ഏത് ലക്ഷണം കണ്ടാലും അത് സ്ട്രോക്കിനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതി എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതുണ്ട്. ഇപ്പൊ ഒരു നെഞ്ചുവേദനയാണ് വന്നെങ്കിൽ ആളുകൾ ഓട്ടോമാറ്റിക്കലി ആശുപത്രിയിൽ എത്തും. അതേസമയം സ്ട്രോക്കിന്റെ കാര്യത്തിൽ ചെറിയ പെരുപ്പോ തരിപ്പോ ചെറിയൊരു വേച്ച് പോലെ ഉണ്ടെങ്കിൽ ക്ഷീണാണെന്ന് പറഞ്ഞ് കിടന്നിട്ട് ആയിരിക്കും ആളുകൾ വരിക. അപ്പൊ ഒരു വിലപ്പെട്ട സമയം മിക്കവാറും നഷ്ടമാക്കിയിട്ടായിരിക്കും ഈ പേഷ്യന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊരു അവബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ പലപ്പോഴും നമ്മൾ പരിഭ്രാന്തരാവുക സാധാരണമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഈ സ്ട്രോക്ക് വന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായാൽ ഉടൻ എന്താണ് നമുക്ക് ചെയ്യാനാവുക? എന്താണ് അതിലൊരു ഈ ഹോൾഡൻ ഹവർ എന്ന് പറഞ്ഞൊരു വാക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഹോൾഡൻ ഹവർ? ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ആളുകൾ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തും. സ്ട്രോക്കിന്റെ കാര്യത്തിൽ ചെറിയ ലക്ഷണം വരുമ്പോൾ ഒന്ന് കിടന്നേക്ക്. 2 തരം ആളുകളാണുള്ളത്. ചിലര് ചെറിയ ലക്ഷണത്തിൽ തന്നെ പേടിച്ച് ആശുപത്രിയിൽ എത്തും. കുറച്ചുപേര് ഒന്ന് കിടന്നു കളയാം, ക്ഷീണം മാറുമായിരിക്കും എന്നൊക്കെ പറയും. ഈ കിടന്നിട്ട് എഴുന്നേക്കുന്നത് ഈ 4.5 മണിക്കൂർ എന്ന് പറയുന്ന ഗോൾഡൻ അവറിന് ശേഷമാണ്. ഈ ഗോൾഡൻ അവറിന്റെ ഇമ്പോർട്ടൻസ് സ്ട്രോക്കിനുള്ള ചികിത്സ, പണ്ട് നമ്മൾ ബ്ലഡ് തിന്നേഴ്സ് മാത്രമേ യൂസ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പം മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്സ്, ഈ ക്ലോട്ട് നീക്കം ചെയ്യല്, ക്ലോട്ട് അലിയിച്ച് കളയുക, ഇഞ്ചക്ഷൻ കൊടുത്ത്, അങ്ങനത്തെ പല മോഡേൺ ടെക്നിക്സും ഉണ്ട്. ഈ ടെക്നിക്സ് ഒക്കെ മോസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കുന്നത് ഈ 4.5 മണിക്കൂറാണ്. ദാറ്റ് ഇസ് ദ ഗോൾഡൻ അവർ ഇൻ റിലേഷൻ ടു സ്ട്രോക്ക്. ഈ സമയത്ത് നമ്മൾ ഈ ചികിത്സാ സൗകര്യം ലഭ്യമാവണം. മിക്കവരും ഒന്ന് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും കഴിയും. അപ്പോൾ സ്ട്രോക്കിന് വേണ്ടുന്ന ഈ നൂതന ചികിത്സാ മാർഗം മിക്കവർക്കും കിട്ടുന്നില്ല. ബിക്കോസ് ആർക്കും ഈ ഗോൾഡൻ അവറിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയൊരു അവയർനെസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടർ, ഈ സ്ട്രോക്കിന്റെ സങ്കീർണതകൾ എന്തെല്ലാമാണ്? ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ, ഏജ്, അങ്ങനത്തെ സാധനങ്ങൾ വിച്ച് കനോട്ട് ബി മോഡിഫൈഡ്. പിന്നെ മോഡിഫൈ ആവുന്ന കൊളസ്ട്രോൾ കൂടുതൽ, സ്മോക്കിങ്, അമിതമായ മദ്യപാനം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, ഏട്രിയൽ ഫിബ്രിലേഷൻ, പമ്പിങ് പ്രശ്നം, ഇതൊക്കെ. ഇനി സങ്കീർണത എന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന സ്ട്രോക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ശാരീരികമായ വൈകല്യം മാത്രമല്ല ഉണ്ടാവുന്നത്, ഒരു മാനസികമായ വൈകല്യം കൂടി ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് ചികിത്സയും നമ്മൾ എത്ര നേരത്തെ ഇടപെടുന്നോ അത്രത്തോളം റെസിഡ്യുവൽ ഡെഫിസിറ്റ്, പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള വൈകല്യങ്ങൾ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഗോൾഡൻ അവർ ട്രീറ്റ്മെന്റ് എടുക്കണം. അതിനുശേഷം സ്ട്രോക്കിന്റെ മരുന്നുകളും അതുപോലെ തന്നെ ഫിസിയോതെറപ്പിയും ഒക്കെ ചെയ്ത് അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു ഡിപ്രഷൻ പോലെ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പെട്ടെന്ന് ഒരു ദിവസം അനങ്ങാൻ പറ്റാതാവുന്ന ഒരു വല്ലാത്ത അവസ്ഥയല്ലേ. അപ്പൊ മാനസികമായ വൈകല്യങ്ങൾ, അതല്ലാതെ ചില ഏരിയയിൽ സ്ട്രോക്ക് വന്നാൽ മാനസികമായ വൈകല്യങ്ങൾ ഉള്ളത് പോലെയുള്ള അവസ്ഥ വരാം. അപ്പൊ ഇതിന്റെ എല്ലാം ട്രീറ്റ്മെന്റ് എടുത്ത് ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. ഓൾ ദീ സിംറ്റംസ് വി ഷുഡ് ടേക്ക് കെയർ. ഡോക്ടർ, ഈ മാനസികമായ വൈകല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്രധാനമായും ഇതിനോടുള്ളൊരു ഭയം, ഒരു ദിവസം കൈകാലുകൾ തളരുന്നു അല്ലെങ്കിൽ ഈ സ്ട്രോക്കിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നമ്മൾ പ്രകടമാകുന്നു എന്ന ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ പലപ്പോഴും മാനസികമായി തളരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതിൽ നിന്നും കൂടുതൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, ആ തളർച്ചയിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കൂടെയുള്ള ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും? സ്ട്രോക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൂടെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട അസുഖം ഡിമെൻഷ്യയാണ്, മറവി രോഗമാണ്. അത്രത്തോളം ഇല്ലെങ്കിലും സ്ട്രോക്കിലും നമുക്ക് കൂട്ടിരിപ്പുകാരുടെ ബേർഡൻ അതൊരു ഇൻഡെക്സ് ആയിട്ട് എടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതായത് ഈ രോഗിയെ ടേക്ക് കെയർ ചെയ്യണം. അതായത് കൂടെയുള്ള ആളും തളർന്നു പോവായിരിക്കും. വീട്ടിലെ അധ്വാനിക്കുന്ന ഒരേ ഒരാളായിരിക്കും കിടപ്പായത്. അപ്പൊ വീട്ടിലുള്ളവർ മുഴുവൻ ആ സമയത്ത് തളർന്നു പോവായിരിക്കും. അപ്പൊ നമുക്ക് അവർക്കും ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവരെയും എഡ്യൂക്കേറ്റ് ചെയ്യണം. ഈ പേഷ്യന്റ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് അവരും ഫിസിയോതെറപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അവരും കൂടി പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ എങ്ങനെ നോക്കണം? ഇപ്പൊ റൈൽസ് ട്യൂബ്, മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കൊടുക്കുക. അങ്ങനെയുള്ളവരെ കെയർ ചെയ്യണം. കിടന്നു പോകുന്ന ആളുകൾക്ക് ബെഡ് സോർ വരാതെയുള്ള കെയർ ചെയ്യണം. കത്തീറ്റർ കാണും, യൂറിൻ പോകാൻ കത്തീറ്റർ കാണും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പേഷ്യന്റിനെ കാണുമ്പോൾ കെയർ ടേക്കർക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനെയും കൂടി നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യണം. അതൊക്കെ നോക്കാൻ കുറെ ബേർഡൻ ഇൻഡെക്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഈ കെയർ ടേക്കർക്കും പേഷ്യന്റിനെ പോലെ തന്നെ സപ്പോർട്ടും കെയറും ആവശ്യമായിട്ട് വരുന്നു. അതുകൂടി എഡ്യൂക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യന്റിന് ആന്റി ഡിപ്രസൻസ് പോലത്തെ മെഡിക്കേഷൻസ്, സ്ട്രോക്ക് പാർട്ട് ക്ലിയർ ആവാനും അത് വേണം. അതുപോലെ തന്നെ ഒരു മെന്റൽ സപ്പോർട്ടും വേണ്ടിയിട്ട്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് സമയമായിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഹലോ ഡോക്ടർ തുടരും.
തിരികെ വീണ്ടും ഹലോ ഡോക്ടറിലേക്ക്. ഡോക്ടർ, നമുക്കറിയാം ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ എടുക്കേണ്ട ചില ചികിത്സാ രീതികളുണ്ട്. ആ ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ ഈ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് സ്ട്രോക്ക് വന്ന ഉടൻ ഇത്ര മണിക്കൂറിനുള്ളിൽ എടുക്കേണ്ട ഒരു ഇഞ്ചക്ഷനെ കുറിച്ച്. ആ ഇഞ്ചക്ഷൻ എത്ര മണിക്കൂറിനുള്ളിൽ എടുക്കണം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഓക്കെ, സ്ട്രോക്കിന് അക്യൂട്ട് ഫേസ്, അതായത് സ്ട്രോക്ക് ഉണ്ടായ തന്നെ ഒരു 4.5 മണിക്കൂറിനുള്ളിൽ ആള് ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ, അതായത് ഏത് ഹോസ്പിറ്റലിൽ പോകണം? ഒരു സ്ട്രോക്ക് ടീമുള്ള ഹോസ്പിറ്റലിൽ വേണം പോകാൻ. അതായത് റേഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, ക്രിട്ടിക്കൽ കെയർ, എമർജൻസി ഫിസിഷ്യൻ, ഫിസിയോതെറപ്പി, ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു സ്ട്രോക്ക് ടീം എന്ന് പറയുന്നത്. സ്ട്രോക്ക് ടീമുള്ള ആശുപത്രിയിലേക്ക് വേണം സ്ട്രോക്ക് വന്ന ആളെ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടത്. 4.5 മണിക്കൂറിനിടയ്ക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് രക്തം ഈ കട്ട പിടിച്ചിരിക്കുന്നത് അലിയിക്കാനുള്ള ഇഞ്ചെക്ഷൻസ്, ഇച്ചിരി വില കൂടിയ ഒരെണ്ണോ ഇച്ചിരി വില കുറഞ്ഞ ഒരെണ്ണോ ഉണ്ട്. പിന്നെ ചില കണ്ടീഷൻസ്, അതായത് പേഷ്യന്റിന് വേറെ ബ്ലീഡിങ് റിസ്കുകളൊന്നും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ MRI എടുത്തു. ഐഡിയലി MRI ആണ് എടുക്കേണ്ടത്. വിത്ത് MR ആൻജിയോ എന്ന് പറയും, വെസല് നോക്കുന്ന അതെടുക്കണം. വെസലില് എന്നിട്ട് നമുക്ക് ഈ ഇഞ്ചക്ഷൻ കൊടുക്കാം. ബ്ലീഡ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി, ബ്ലീഡിങ് റിസ്ക് ഒന്നും ഇല്ലാത്ത പേഷ്യന്റ് ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ ഈ 4.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഇഞ്ചക്ഷൻ കൊടുക്കാം. ഇനി രക്തധമനി അടഞ്ഞു പോയാൽ അതിന് ചെയ്യാനുള്ള ചികിത്സയും അല്ലെങ്കിൽ ആ ക്ലോട്ട് എടുത്തു മാറ്റാനുള്ള ചികിത്സയും ഒക്കെ വിദഗ്ധ സൗകര്യമുള്ള ആശുപത്രികളിലൊക്കെ ലഭ്യമാണ്. അങ്ങനത്തെ ചികിത്സകൾ നമുക്ക് ഈ 4.5 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റും. ഈ 4.5 മണിക്കൂർ കഴിയുകയാണെങ്കിൽ പിന്നെ മെയിൻലി നമ്മൾ ബ്ലഡ് തിന്നേഴ്സ്, നമ്മൾ ഇഷ്യൂമിക് സ്ട്രോക്കിന്റെ കാര്യമാണ് ഈ പറയുന്നത്, രക്തം കട്ട പിടിക്കുന്ന സ്ട്രോക്ക്, അതിന് നമ്മൾ ഈ ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അതുപോലെ കൊളസ്ട്രോളിന്റെ മരുന്ന്, അത് കൊളസ്ട്രോളിന് വേണ്ടിയിട്ടല്ല, ഈ ക്ലോട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ, ഒരു പ്ലാക്ക് സ്റ്റെബിലൈസേഷൻ ആക്ഷന് വേണ്ടിയിട്ട് ഒരു ഹൈ ഡോസിൽ, എല്ലാവരും പറയും കൊളസ്ട്രോളിന്റെ മരുന്നാണ് ഡോക്ടർ തന്ന, സ്ട്രോക്കിന് വേറെ ഒന്നും തന്നില്ല. അത് ആ ഒരു പ്ലേക്ക് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഒരു ഹൈ ഡോസിൽ കൊടുക്കുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ബ്ലഡ് തിന്നറും ബാക്കി ന്യൂറോ പ്രൊട്ടക്റ്റീവ്സും സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളും. പിന്നെ മോണിറ്റർ ചെയ്യണം. സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചു നേരം അത് പ്രോഗ്രസ് ചെയ്യണം. അപ്പം തലയ്ക്കുള്ളിൽ കൈ മുറിഞ്ഞ് നീര് വെക്കുന്ന പോലെയാണ്, തലയ്ക്കുള്ളിൽ നീര് വെക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് അവരുടെ ആ സ്കോർ, നമ്മളൊരു NIHSS സ്കോർ എന്ന് പറഞ്ഞിട്ട് സ്ട്രോക്ക് അസസ്മെന്റ് സ്കോർ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ അസസ് ചെയ്യുന്നത്, ആവശ്യമുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അലോങ് വിത്ത് ദാറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സാധനം കൂടിയുണ്ട്, ഫിസിക്കൽ മെഡിസിനൽ റീഹാബിലിറ്റേഷൻ, അതായത് ഫിസിയോതെറപ്പിയും അതുപോലെ തന്നെയുള്ള സ്പീച്ച് തെറപ്പി, ഓക്കുപേഷൻ തെറപ്പി, ഇതൊക്കെ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റിൽ മെഡിസിൻസിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ആശുപത്രിയിൽ വേണം ഒരു സ്ട്രോക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടത്. ഈ ഇടപെടുകയാണ്. നമുക്കൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ഫൈസലാണ് എറണാകുളത്ത് നിന്നും. ഫൈസൽ, ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. അത് ഞാൻ 2013 സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്നതാണ്, ICUലൊക്കെ കിടന്നതാണ്. അങ്ങനെ അവിടെ ഡിസ്ചാർജ് ചെയ്തപ്പോ ഒരു ദിവസം 6 ഗുളികയൊക്കെ വെച്ച് ഞാൻ കഴിച്ചിരുന്നു. അത് 4 ആയി, 3 ആയി, പിന്നെ 1 ആയി. ഇപ്പൊ 8 കൊല്ലമായിട്ട് രാത്രി യൂനിസ്റ്റാർ 75 എന്ന് പറയുന്ന ഒരു ഗുളിക മാത്രമാണ് ഞാൻ കഴിക്കണം. 8 വർഷമായി തുടർച്ചയായിട്ട് ഡോക്ടറെ കാണാറുണ്ട്. 6 മാസത്തുമ്പോഴാണ് കണ്ടിരുന്നത്. ഇപ്പൊ 5 കൊല്ലമായിട്ട് എന്നോട് പറഞ്ഞ് വർഷത്തിൽ വന്ന് കണ്ടാൽ മതി. ഈ കൊല്ലം ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇന്നലെ ഞാൻ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിരുന്നു. അപ്പൊ ആ കൊളസ്ട്രോള് ബോർഡർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോ ആ യൂണിസ്റ്റാർ 75 തന്നെ തുടർന്ന് പോയാൽ പോലെ. ഡോക്ടർ ഇത്തിരി ബിസിയാണ്, ഈ ആഴ്ച ലീവാണ് ഡോക്ടർ. അപ്പൊ ആ ഗുളിക തന്നെ തുടർന്ന് പോകാൻ പോലെ. അതെ, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഈ ബ്ലഡ് തിന്നേഴ്സ് 2 എണ്ണം ഉണ്ടാവും. കൊളസ്ട്രോളിന്റെ ഗുളിക കുറച്ച് ഹൈ ഡോസിലായിരിക്കും. പിന്നെ ഓരോ മാസവും ചെക്കപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇതിൽ വ്യത്യാസം വരുത്തും. അതിനുശേഷം ഒരു മിനിമം ഡോസിൽ ഈ ബ്ലഡ് തിന്നറും അതുപോലെ ഈ കൊളസ്ട്രോളിന്റെ ഗുളിക, അത് ബേസിക്കലി ഇനി സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ലൈഫ് ലോങ് ആ മരുന്ന് കഴിക്കേണ്ടി വരും. ഒരു നിശ്ചിത അളവിലുള്ള ബ്ലഡ് തിന്നർ ഒരെണ്ണവും അതുപോലെ കൊളസ്ട്രോളിന്റെ ഗുളിക ഒരു മിനിമം ഒരു 20 mg ഒക്കെ വെച്ചിട്ട് കൊടുക്കും. അത് ലൈഫ് ലോങ് കഴിക്കേണ്ടതാണ്. കൊളസ്ട്രോൾ നമുക്ക് നോക്കാം, കൊളസ്ട്രോൾ കൂടുകയോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കിതിൽ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്താം. ഒരു 6 മാസം കൂടുമ്പോൾ കൊളസ്ട്രോളും കാര്യങ്ങളും മന്ത്ലി നോക്കണം എന്നാണ്, മാസം തോറും നോക്കണം എന്നാണ്. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതെല്ലാം ഒന്ന് കറക്റ്റ് ആക്കി നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് കറക്റ്റ് ആണ്, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്നൊന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. ഈ മരുന്ന് നിങ്ങൾക്ക് ലൈഫ് ലോങ് കഴിക്കേണ്ടതാണ്. വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകനും കൂടി ചേരുന്നുണ്ട്. കുന്നമംഗലത്ത് നിന്നും അനിൽ ബാബു ആണ്, ചോദിച്ചോളൂ.
ചോദിച്ചോളൂ, കേൾക്കാം. 3 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന ഒരാളാണ് ഞാൻ. ഒരു ഭാഗം കയ്യും കാലും വർക്ക് ചെയ്യില്ല. അപ്പം ഇത് ഇനിയും സമയമായ 3 വർഷമൊക്കെ ആയതുകൊണ്ട് ഇനി ഇത് ശരിയാവാൻ സാധ്യത ഉണ്ടോ എന്നറിയാൻ വേണ്ടിട്ട്. എത്ര വയസ്സുണ്ട്? 58 വയസ്സുണ്ട്. ഓക്കെ. ഒരു മേജർ സ്ട്രോക്ക് ആയിരുന്നോ? അത് നമ്മൾ സ്കാൻ എടുത്തപ്പം വലിയ ക്ലോട്ട് ആണ്. എങ്ങനെയാ പറഞ്ഞ ഡോക്ടർ? ഒരു ഭാഗത്ത് 2 സെൽസ് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു, തലച്ചോറില് പറഞ്ഞേ. എത്രത്തോളം കൈയും കാലം അനക്കാൻ പറ്റും? ഡോക്ടർ പൂർണ്ണമായി ശരിയായിട്ടില്ലെന്നാണോ അതോ ഭാഗികമായി ബാക്കി കൂടെ ശരിയാവാനുണ്ട്? കൈ തീരെ ശരിയായില്ല. ഇപ്പൊ അകത്തൂടെ പിടിക്കാതെ നടക്കാൻ, കാല് വലിച്ചിട്ട് നടക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ. നമ്മള് സ്ട്രോക്ക് പല രീതിയിലുണ്ട്. ചിലർക്ക് ഒരു 6 മാസം കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാവും, ചിലർക്ക് 1 മാസത്തിൽ ഉണ്ടാവും, 2-3 ദിവസം കൊണ്ട് വ്യത്യാസം ഉണ്ടാവുന്നവരും ഉണ്ട്. ഒരു 3 വർഷമായെന്നല്ലേ പറയുന്നത്? പൂർണ്ണമായി വ്യത്യാസം വരാൻ സാധ്യത കുറവായിരിക്കും. പക്ഷെ ഫിസിയോതെറപ്പിയും ബാക്കി കെയറും ബാക്കി മെഡിസിൻസും നമ്മൾ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഇപ്പോൾ നൂതന ചികിത്സാ സൗകര്യങ്ങളെല്ലാം നമ്മുടെ ഒട്ടുമിക്ക ആരോഗ്യ കേന്ദ്രങ്ങളിലുമുണ്ട്, ആശുപത്രികളിലുമുണ്ട്. ഈ സ്ട്രോക്കിനുള്ള നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ്? അതുകൂടി. നൂതന ചികിത്സാ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ക്ലോട്ട് വലിച്ച് എടുത്തു കളയുന്ന ഒരു മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയും. അത് യൂഷ്വലി 4.5 മണിക്കൂറിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. പിന്നെയുള്ളത് നമ്മുടെ മേജർ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ ഈ കാർഡിയോളജിക്കാർ ചെയ്യുന്ന പോലെയുള്ള സ്റ്റെന്റ് ഇടുക, അങ്ങനത്തെ പരിപാടി ഉണ്ട്. അതായത് ആ ബ്ലോക്ക് മാറിയിട്ട് പിന്നീട് ഇങ്ങനെ സ്ട്രോക്ക് അധികം വരാതിരിക്കാൻ വലിയ രക്തക്കുഴലുള്ളത്. ഇതൊക്കെ നൂതന സൗകര്യമുള്ള മിക്ക ആശുപത്രികളിലും ഇപ്പൊ ലഭ്യമാണ്. ഇപ്പൊ കോമൺ ആയിട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാർഡിയോളജിക്കാർ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റെന്റ് ഇടുന്ന പരിപാടി, അതുപോലെ മെക്കാനിക്കൽ ത്രോംബക്ടമി, ക്ലോട്ട് വലിച്ച് എടുത്തു കളയുന്ന പരിപാടി, ഇതൊക്കെയാണ് പുതിയ പരിപാടികൾ. ഡോക്ടർ, അതുപോലെ തന്നെ കുറച്ച് അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ച ഒരു പ്രേക്ഷകൻ പറഞ്ഞു ഏകദേശം 3 വർഷക്കാലമായി അദ്ദേഹം സ്ട്രോക്ക് പിടിപെട്ട കിടപ്പിലാണ് എന്നുള്ളത്. അതുപോലെ തന്നെ എത്ര കാലം കൊണ്ട് ഈ പഴയ ജീവിതത്തിലേക്ക് ഇവർക്കെല്ലാം തിരിച്ചു വരാനാകും ഈ സ്ട്രോക്ക് വന്നവർക്ക്? ഇതില് ഭയങ്കര എവിടെ സ്ട്രോക്ക് വന്നു, ഏത് ഏരിയയിൽ വന്നു, എത്രത്തോളം ടിഷ്യൂ നഷ്ടപ്പെട്ടു, അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അനുസരിച്ചായിട്ടിരിക്കും അതിന്റെ ഒരു പ്രോഗ്നോസിസ്. എങ്ങനെ എപ്പം മാറുന്നു. ചെറിയ സ്ട്രോക്കുകളൊക്കെ ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് തന്നെ ആള് നല്ല ബെറ്റർ ആവാം. 1 മാസം കൊണ്ട് ബെറ്റർ ആവുന്നതുണ്ട്, 6 മാസം കൊണ്ടുണ്ട്, 1 വർഷം കൊണ്ട്. അങ്ങനെ ഇതൊക്കെ ബേസിക്കലി സ്ട്രോക്ക് വന്ന ടിഷ്യൂസ് ബേസിക്കലി നശിച്ചു. അപ്പൊ നമ്മൾ മറ്റുള്ള ടിഷ്യൂസിനെ വെച്ചിട്ട് ഈ എക്സ്ട്രാ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫിസിയോതെറപ്പിയും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇതിനെ യൂസ് ചെയ്തിട്ടുള്ള ഫിസിയോതെറപ്പിയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ടിഷ്യൂ നശിച്ചു, അപ്പൊ മറ്റുള്ളവർക്ക് എത്രത്തോളം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അനുസരിച്ചായിട്ടിരിക്കും. ഇത് ഓരോ ആളിനും വ്യത്യാസമാണ്. ചിലർക്ക് 1 മാസം കൊണ്ട് ശരിയാവുമെങ്കിൽ ചിലർക്ക് 1 വർഷം എടുക്കും. ചിലർക്ക് എങ്ങനെ പോയാലും കുറച്ച് റെസിഡ്യൂൽ ഡെഫിസിറ്റ്സ് എന്ന് പറയും, കുറച്ച് ബുദ്ധിമുട്ടുകൾ ബാക്കി കാണും. നേരത്തെ പ്രേക്ഷകൻ പറഞ്ഞ പോലെ കാല് വലിച്ചിട്ടാണ് നടക്കുന്നത്, കൈ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, കൈയുടെ ചെറിയ ചലനങ്ങൾ, അതുപോലെ തന്നെ കാല് നല്ലതായിട്ട് എടുക്കുന്നത്. ഡെക്സ്ട്രിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ ഒരുപാട് നാളെടുത്തിട്ടായിരിക്കും ചിലപ്പോൾ വരിക. വരാത്തവർ പോലും ചിലപ്പോൾ ഉണ്ട്. ഇതൊക്കെ ഏരിയയും സിവിയറിറ്റിയും ഒക്കെ അനുസരിച്ച് ഓരോ ആളുകളിലും ഇത് വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഫിസിയോതെറപ്പി ചെയ്ത് ഇത് മാക്സിമം അക്സെപ്റ്റബിൾ ലെവലിലേക്ക് ആളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. മരുന്ന് പ്ലസ് ഫിസിയോതെറപ്പി, അതിന്റെ ലക്ഷ്യം അതാണ്. അക്സെപ്റ്റബിൾ, ആ ഡിഫോമിറ്റി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഡിസബിലിറ്റി വെച്ച് അവർക്ക് അവരുടെ റൂട്ടീൻ വർക്ക് ചെയ്യാൻ പറ്റുക. ഓക്കുപേഷണൽ തെറപ്പി, സ്പീച്ച് തെറപ്പി, അതൊക്കെയാണ് നമ്മുടെ. ഓരോ പേഷ്യന്റിലും ഇത് ഡിഫറെന്റ് ആണ്. തീർച്ചയായും ഡോക്ടർ, നമ്മുടെ ഹലോ ഡോക്ടറിൻ്റെ സമയം അനുവദിച്ചിരിക്കുന്നത് അവസാനിക്കുകയാണ്. സ്ട്രോക്കിനെ കുറിച്ചായിരുന്നു ഇന്ന് സംസാരിച്ചത്. പലരുടെയും ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ ഒരു മറുപടി ലഭിച്ചു എന്ന് കരുതുന്നു. ഇന്ന് നമ്മോടൊപ്പം ഹലോ ഡോക്ടറിൽ ഉണ്ടായിരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ന്യൂറോ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് വിജയലക്ഷ്മിയാണ്. വളരെ നന്ദിയുണ്ട് ഡോക്ടർ.